ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ രാജകീയ പരിവേഷമുള്ള കപ്പൽ കമ്പനി, അതായത് റോയൽ കരീബിയൻ. റോയൽ കരീബിയൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഒരു രാജകീയതയുണ്ട്. അതേ റോയൽ കരീബിയന്റെ ഒരുപാട് കപ്പലിലെ വേക്കൻസികളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ വന്നിട്ടുള്ള വേക്കൻസികളെ പറ്റിയിട്ട്, വരാൻ പോകുന്ന വേക്കൻസികളെ പറ്റിയിട്ട് എന്നോട് മിക്കവാറും നഴ്സുമാരുടെ വേക്കൻസി ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ സാധാരണയായിട്ട് പറയാറുള്ളത് റോയൽ കരീബിയന്റെ സൈറ്റിൽ പോയി നോക്കൂ, റോയൽ കരീബിയന്റെ സൈറ്റിൽ എന്തായാലും ഇല്ലാതിരിക്കില്ല എന്നാണ് പറയാറുള്ളത്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. റോയൽ കരീബിയന്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്ന ഏത് പൊസിഷനും റോയൽ കരീബിയന്റെ സൈറ്റിൽ ഉണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ കാര്യമേ ഉള്ളൂ എടുത്തു പറയാനുള്ളത്. റോയൽ കരീബിയന്റെ റിക്രൂട്ടിംഗ് രീതി ഒരു മാറ്റമാണ്. മറ്റുള്ള ഷിപ്പിംഗ് കമ്പനികൾ എങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ളതും റോയൽ കരീബിയൻ എങ്ങനെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു എന്നുള്ളതും തമ്മിൽ ചെറിയൊരു മാറ്റമുണ്ട്. ചെറുതല്ല, നല്ല ഒരു കാര്യമായ ഒരു മാറ്റമുണ്ട്. റോയൽ കരീബിയന്റെ റിക്രൂട്ട്മെന്റ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് അവര് എല്ലാ പൊസിഷനിലേക്കുള്ള വേക്കൻസികളും ഓപ്പൺ ആയിരിക്കും അവരുടെ അടുത്ത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു എഞ്ചിനിലെ ഒരു ടെക്നിക്കലി ഒരു പൊസിഷനാണ്, മെക്കാനിക്കിന്റെ പൊസിഷനാണ് എങ്കിൽ മെക്കാനിക്കിന്റെ പൊസിഷൻ അവിടെ ഓപ്പൺ ആയിരിക്കും എപ്പോഴും. അപ്പൊ നമ്മളിപ്പോ അപ്ലൈ ചെയ്യുന്നു, അവർക്കൊരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഉടനെ അവരൊരു 10 പേരെ അതിനകത്ത് സെലക്ട് ചെയ്യുന്നു. 10 പേരെ സെലക്ട് ചെയ്തിട്ട് 10 പേരെ ഇന്റർവ്യൂവിന് വിളിക്കുന്നു. ഇന്റർവ്യൂ കഴിയുന്നു, അവർക്ക് ജോലി റെഡിയാവുന്നു. മറ്റുള്ള കമ്പനികളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 10 പേരുടെ വേക്കൻസി സെപ്റ്റംബറിൽ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും ആ 10 പേരുടെ വേക്കൻസി വരാൻ പോകുന്നു എന്ന് അവരറിഞ്ഞിട്ട് ആ സമയത്ത് മാത്രം 10 പേരെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ വേക്കൻസി വരുന്നെങ്കിൽ ഒരു 10 പേരെ ആ സമയത്തേക്ക് അവർ വിളിക്കുന്നു, ഇന്റർവ്യൂ നടത്തുന്നു. അങ്ങനെയാണ് അവരുടെ പരിപാടി. ഇവരങ്ങനെയല്ല, ഇവർ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നു ആളുകൾ, എന്നിട്ട് ഓരോ ഷിപ്പിലേക്കും പറഞ്ഞു കൊടുക്കും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകൾ ഉള്ളത് റോയൽ കരീബിയൻ ആണ്. അപ്പൊ റോയൽ കരീബിയനിൽ ഏറ്റവും താഴെയുള്ള സ്റ്റീവേർഡ് മുതൽ മുകളിലോട്ടുള്ള ക്യാപ്റ്റൻ വരെയുള്ള എല്ലാ പൊസിഷനിലേക്കുള്ള പൊസിഷനുകളും എല്ലാ സമയത്തും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം അപ്ലൈ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല സമയമാണ്. ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ മിക്കവാറും ഇടുന്ന വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരുപാട് ആളുകൾ ഇപ്പൊ കയറി കഴിഞ്ഞു. അതിനേക്കാൾ കൂടുതൽ ആളുകൾ കയറിയത് കാർണിവലിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കയറിയത് കാർണിവലും റോയൽ കരീബിയനും ആണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് കയറിയത് ഏറ്റവും കൂടുതൽ ആളുകൾ കയറിയിട്ടുള്ളത് ഈ 2 കമ്പനികളിലാണ്, റോയൽ കരീബിയൻ, കാർണിവൽ. അതിനുശേഷം പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന പിയാൻഡോ അല്ലെങ്കിൽ കുനാഡ്. കുനാഡില് വളരെ കുറവാണ്, പക്ഷെ പിയാൻഡോയില് ഒരുപാട് ആളുകൾ കയറിയിട്ടുണ്ട്. അത് കാർണിവലിന്റെ തന്നെ ഒരു പാർട്ടാണ് ഈ പിയാൻഡോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. എൻസിഎല്ലിൽ കയറിയിട്ടുണ്ട് ആളുകൾ. അപ്പം എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ഈ വീഡിയോസ് കാണുക. വീഡിയോ തുടർന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മുടെ വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ വീഡിയോയിൽ അഥവാ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എങ്കിൽ ഇതിനു മുമ്പ് റോയൽ കരീബിയന്റെ പേരിൽ തന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നോക്കുക, അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം എന്തായാലും തുടർന്ന് കാണുക. കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള റോയൽ കരീബിയന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരിക. അപ്പൊ ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പൊസിഷനുകൾ ഉണ്ടാവും. നിങ്ങളുടെ പൊസിഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പൊ ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ നഴ്സുമാരും പിന്നെ എന്നോട് അഡ്മിൻ ജോബ് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് നമ്മുടെ മെഡിക്കൽ അഡ്മിൻ ഒക്കെ ആയിട്ടുള്ള ജോബ് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് നേരെ പോവുക. ഇതിനകത്ത് ഇത് ഹൗസ് കീപ്പിങ്ങിന്റെ ആണ്. ഞാൻ ഓപ്പൺ ചെയ്യുന്ന ഹൗസ് കീപ്പിങ്ങിന്റെ ഉണ്ട്, എല്ലാത്തിന്റെ ഉണ്ട്. ഓക്കെ, എല്ലാ പൊസിഷനുകളും ഇതിനകത്തുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള പൊസിഷനാണ്. ഹൗസ് കീപ്പിങ്ങിലൊക്കെ ഒരുപാട് പൊസിഷനുകളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ പൊസിഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആ മെഡിക്കലിന്റെ ഒക്കെ കാണിച്ചു തരാം. ഓക്കെ, മെഡിക്കലിന്റെയും പിന്നെ അതൊക്കെയാണ് കൂടുതൽ ഇപ്പം ചോദിക്കുന്നത്. ഇത് എവിടെ ഉണ്ടാവും, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇമെയിൽ വെരിഫിക്കേഷൻ ഫസ്റ്റ് ഒരു പ്രാവശ്യം അടിച്ചു കൊടുക്കുക, എന്നിട്ട് അതിന് താഴെ രണ്ടാമത് റീ എൻട്രി ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഇപ്പം ഇതാ സേഫ്റ്റി ഓൺലൈനകത്ത് പോയി കഴിഞ്ഞാൽ നഴ്സുമാരുടെ ഇവിടെയൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇലക്ട്രീഷ്യന്റെ ഉണ്ട്, ഫൈബർ ഗ്ലാസ് റിപ്പയർമെന്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പൊസിഷനുണ്ട്. ഈ ഫൈബർ ഗ്ലാസ് റിപ്പയർമെന്റ് എന്നൊക്കെ പറയുന്നത് അധികം ആളുകൾ സെലക്ട് ചെയ്യാത്ത ഒരു പൊസിഷനാണ്. ഇതിലേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നതാണ് നമ്മുടെ മെഡിക്കൽ അഡ്മിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിൻ എന്നൊക്കെ പറഞ്ഞ പൊസിഷനിൽ ചെയ്തിട്ടുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ഇതിനകത്ത് ചെയ്യാം.
ഓക്കെ. അപ്പം അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് ഇത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾ പഴയ ആളാണ്, മുമ്പേ അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ അക്കൗണ്ട് ഉള്ള ആളാണ് എങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഇതിന്റെ റൈറ്റ് സൈഡിൽ മുകളിൽ ലോഗിൻ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു എഴുതിയിട്ടുണ്ടാവും. ലോഗിൻ എന്ന് എഴുതിയെടുത്ത് അടിച്ചു കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് എന്നുള്ളത്. ഇതൊക്കെ ഒരുപാട് പൊസിഷനുകൾ ഞാൻ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. വളരെ ഈസിയാണ്. വളരെ ഈസി എന്ന് പറഞ്ഞാൽ വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക്, ഓക്കെ, ആദ്യമായിട്ടല്ല ചെയ്യുന്നത്, നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വരും. ഇല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാം സേവ് ആയതുകൊണ്ട് കൃത്യമായിട്ട് ലോഗിൻ എന്നുള്ളത് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി. ഇത് എൻ്റെ അക്കൗണ്ടാണ്. അക്കൗണ്ട് ഇതിനകത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 3 ലൈനുണ്ട് മെനു. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക നോക്കട്ടെ. നെറ്റ് ഇത്തിരി സ്ലോ ആണ്. നമുക്ക് ഓൺ ബോർഡ് എപ്പോഴും നെറ്റ് സ്ലോ ആണ് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഓപ്പൺ ആകുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇത് നമ്മൾ മുമ്പ് അപ്ലൈ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതൊന്നും അല്ല, നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് താഴെ കണ്ടോ, അവിടെയാണ് വീണ്ടും അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഓപ്പൺ ആയി ഇങ്ങനെ വരും. നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി എന്നുള്ളതുകൊണ്ട് ഇതിനകത്തൊക്കെ നോക്കുക. ഇതിനകത്ത് നോക്കിയിട്ട് നമ്മുടെ ഏതാണ് എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ്, അത് വേറെ ഒരു സെക്ഷനാണ്. ഇതൊക്കെ വിട്ടിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ ഏതാണ് എന്നുള്ളത് മുമ്പേ നോക്കി വെച്ചിട്ട് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ കൊടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്ലൈ ചെയ്യാൻ വലിയ തലവേദനകളൊന്നുമില്ല. ഓക്കെ. ഇത് ഫോട്ടോയുടെ ഞാൻ വെറുതെ ഓപ്പൺ ചെയ്ത് നോക്കുന്നതാണ്. പിന്നെ ഞാനിപ്പം ഒന്ന് അപ്ലൈ ചെയ്യാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്. ഈ ഒരുപാട് പേര് ഈ എന്താണ് OSന്റെ ഓർഡിനറി സീമാൻ്റെ ഒക്കെ വേക്കൻസി ചോദിക്കാറുണ്ട്. ഓർഡിനറി സീമാൻ്റെ ഒക്കെ വേക്കൻസിയാണ് മിക്കവാറും എനിക്ക് വരുന്ന ചോദ്യങ്ങളിൽ ഒരു 80% ചോദ്യം ഓർഡിനറി സീമാനാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഈ എന്താണ് ജീപ്പ് റേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് വട്ടം ചുറ്റി നടക്കുന്നുണ്ട്. അവർക്ക് പോയി പണി ആഗ്രഹിച്ച് നടക്കുന്നവർക്കാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഓക്കെ. അതെവിടെയാ? ഇതാ സെയിൽ റോയേഴ്സ്. അതിന്റെ താഴെ ഒരെണ്ണം ഉണ്ട് ജൂനിയർ വോയിസിന്റെ ജൂനിയർ സീമാന്റെ ഒരു വേക്കൻസി ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർ അതിനകത്തേക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ. അതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ. നമ്മുടെ പഴയ ഹിസ്റ്ററി ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയി വരും. കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെയാണ് അടിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ ഓപ്പൺ ആയി വരും. അപ്പൊ ഇവിടെ ഞാൻ തൽക്കാലം അപ്ലൈ ചെയ്യാനുള്ള പ്ലാൻ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർഡിനറി സീമെന്റിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, എനിക്ക് കിട്ടിയല്ല. അപ്പോൾ ഞാൻ വെറുതെ വീണ്ടും നമ്മുടെ ഒരു പ്രൊഫൈലിൽ അത് വീണ്ടും ഒരു ആപ്ലിക്കേഷൻ അവിടെ ഇതുണ്ട്. എൻ്റെ എല്ലാം പച്ചയായി കിടക്കുകയാണ്. അതായത് എല്ലാ കാര്യങ്ങളും അവർ വെരിഫൈ ചെയ്ത് എല്ലാം ക്ലിയർ ആയി കിടക്കുകയാണ് എൻ്റെത്. ഓക്കെ. അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതാ സെക്യൂരിറ്റിയുടെ തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് എന്തോ ഒരു വേക്കൻസി കാണുന്നുണ്ട് ഇതുവരെ ചെയ്യാത്തത്. ഓക്കെ. CC സെക്യൂരിറ്റി ഗാർഡ് എക്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനകത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈ നൗ എന്നുള്ളത് കൊടുത്തു. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ഇവിടെ മാറ്റം വരുത്താനുള്ള സൗകര്യമാണിത്. ഓക്കെ. ഒന്നും ഞാൻ തൽക്കാലം മാറ്റം വരുത്താനുള്ള പ്ലാൻ ഇല്ല. CV ഒക്കെ വേണമെങ്കിൽ പുതിയത് അടിച്ചു കയറ്റാം. കാരണം നമ്മൾ മുമ്പേ ഇതൊക്കെ 2019 മറ്റും ഞാൻ കയറ്റിയ CV ആണ് ഇപ്പോഴുള്ളത്. ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഇതവിടെ കുറച്ച് യെസ് നോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതെല്ലാം എസ് ആണ് കേട്ടോ. കാരണം 20 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് പൊക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇംഗ്ലീഷ് സംസാരത്തിന്റെ ലെവൽ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ. വീട്ടിൽ നിന്നും 14 ആഴ്ചയോളം വീട്ടിൽ നിന്നും വിട്ടു നിൽക്കാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, ഞാൻ വീട്ടിൽ നിന്ന് വിട്ട് 14 അല്ല, വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 മാസവും 16 ആഴ്ചയും നിൽക്കാം, കുഴപ്പമില്ല. അപ്പം 50 പൗണ്ട് തന്നെ ഏകദേശം 25 കിലോ എടുത്ത് വരും. പൊക്കാൻ പറ്റുമെന്ന് പറ്റും. 20 മിനിറ്റ് നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. 20 മിനിറ്റ് അല്ല, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം 4 മണിക്കൂർ നിൽക്കാൻ റെഡിയാണ് ഞാൻ. കാരണം ജോബാണ് മെയിൻ. ഓക്കെ. അതാ അത് സേവ് ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് പോകുന്നു. അവിടെ നമ്മുടെ മെയിൽ ID അടിച്ചു കൊടുക്കുന്നു. മെയിൽ IDക്ക് താഴെ അവിടെ ഒരു ക്യാപ്ച വന്നിട്ട് അതും കൂടി അടിച്ചു കൊടുക്കുന്നു. നമ്മൾ ഒരു കോഡ് അവിടെ ഒന്നുമില്ല ചെയ്യേണ്ടത്. അത് ഓക്കെ. ഇവിടെ മെയിൽ ID അടിച്ചു കൊടുക്കുന്നു. പരിപാടി സിമ്പിളാണ്. മലയാളത്തിലല്ല, ഇംഗ്ലീഷിലാണ് വേണ്ടത്. അപ്പം ഞാൻ എന്നാൽ പിന്നെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ഓക്കെ. നമ്മൾ മംഗ്ലീഷ്
ആണ് എൻ്റെ കീബോർഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാറ്റുകയാണ്. കാരണം ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ ഇംഗ്ലീഷാണ് എനിക്ക് സൗകര്യം, അടിച്ചങ്ങ് വിട്ട് കഴിഞ്ഞാൽ മലയാളം ആയി വരുമല്ലോ. ഓക്കെ, അപ്പം മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുന്നു. മെയിൽ ഐ ഡി അടിച്ചു കൊടുത്തതിന് താഴോട്ട് അവരുടെ ഒരു ക്യാപ്ച ഉണ്ടാവും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നു. പൊടപൊടാന്ന് അടിച്ചിട്ട് നമുക്ക് ഓക്കെ, അപ്പം അതും കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടിച്ചു കൊടുത്തു കഴിഞ്ഞു, അവിടെ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ചെറുതാക്കട്ടെ, എന്നാലേ മനസ്സിലാവും. ഈ കോർണറിൽ കണ്ട എല്ലാം ടിക്കായിരിക്കുന്നത് അതിനെയൊക്കെ സൈഡിലേക്ക് അങ്ങ് മാറ്റുക. അതിനൊരു ഒരു വര കണ്ടോ, അതിനെ സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതങ്ങ് പോകും. ഓക്കെ, അതാ. എന്നിട്ട് ഇവിടെ ഫിനിഷ് എന്നുള്ളതെന്ന് കാണുന്നുണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാ കൺഗ്രാജുലേഷൻ എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജോലി.